നമ്മുടെ അനീഷ് ഇപ്പോ ക്യാമറയിൽ നോക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ലൈവിനകത്ത്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി എന്ന് മാത്രമല്ല, അനീഷിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അനീഷിന്റെ ഈ ഒരു കർക്കശക്കാരനായിട്ടുള്ള ഈ ഒരു സ്വഭാവം അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റി കുറെ കൂടി. അനീഷ് എന്താണ് പറഞ്ഞതെന്നല്ലേ പറയാം. ആ ഒരു ടാസ്ക് അവസാനിച്ചല്ലോ, അപ്പൊ അതിനായിട്ട് ഇട്ടിരുന്ന ആ ഒരു യെല്ലോ കളർ വസ്ത്രമൊക്കെ മാറ്റി ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് പുള്ളി ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിഗ് ബോസിനോട് നന്ദിയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇരുന്ന്, ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ ഇരുന്ന് തമാശകൾ പറയാനായിട്ട് ഒരു കുട്ടിയെ പോലെ നടക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അവസ്ഥകൾ കാരണം അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനകത്ത് വന്നതിന് ശേഷം ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം എനിക്കായിട്ട് ചെയ്തു തന്നതിന് ഞാൻ ബിഗ് ബോസിനോട് നന്ദി പറയുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. അങ്ങനെ എൻ്റെ ഉള്ളിലെ ആ ഒരു കുട്ടിയെ എക്സ്പ്ലോർ ചെയ്യാൻ തന്ന ഒരു സാഹചര്യത്തിനായിട്ട് നന്ദി പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടാസ്ക് അത്ര നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ആക്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല, ആക്ടിങ് പഠിച്ചിട്ടില്ല, അറിയത്തില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. എങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അനീഷ് പറയുന്നത്. അനീഷ് നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചു, ഒരു ആക്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അനീഷ് ശ്രമിച്ചു എന്നാണ് എനിക്ക് ലൈവിൽ കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനീഷ് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നി. ഇൻട്രസ്റ്റിംഗ് എന്നതിനേക്കാളുപരി വളരെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നി, ഹൃദയഹാരിയായ ഒരു നിമിഷമായിരുന്നു. കാരണം അനീഷിന്റെ ആ ഒരു മൈൻഡ് സെറ്റ്, അനീഷിന്റെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നിരിക്കണം എന്ന് കൃത്യമായിട്ട് മനസ്സിലായി ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും. ഇതായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.